സ്വാഗതം കട്ട് ആൻഡ് റേറ്റിലേക്ക്. ജൂലൈ 7 രാവിലെ 10:30. പതിവ് പോലെയുള്ള മൺസൂൺ മഴയായിരുന്നില്ല അന്ന് വയനാട്. പതിവിനേക്കാൾ ശക്തമായി മഴ പെയ്തു. അപ്പോഴും കള്ളാടിക്കാർ പതിവ് പോലെ പുറംജോലിയിൽ വ്യാപൃതരായി. കോരിച്ചൊരിയുന്ന പേടിപ്പെടുത്തുന്ന മഴയുടെ ആശങ്കക്കിടയിലും പുറത്തിറങ്ങാൻ അവരെ ധൈര്യപ്പെടുത്തിയത് അവർക്ക് ഈ സംവിധാനത്തിലുണ്ടായിരുന്ന വിശ്വാസമായിരിക്കണം. കാരണം അളവിൽ കൂടുതൽ മഴ പെയ്തിട്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അന്ന് അവിടെ യെല്ലോ അലേർട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കള്ളാടിക്കാർക്ക് അല്പം ജാഗ്രത കുറവുണ്ടായി. പക്ഷെ ആർത്തലച്ചു വന്ന പേമാരി ഒരു കുന്നു മുഴുവനും ഇടിച്ചു നിരത്തി ഒഴുകി വന്നു. കുത്തിയൊഴുകി വന്ന മഴവെള്ളപ്പാച്ചിലിൽ 8 ജീവനുകൾ പൊലിഞ്ഞു. പ്രളയവും ഉരുൾപൊട്ടലും നേരിട്ട അതേ വയനാട് വീണ്ടും ദാരുണമായ അപകടത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ നിറഞ്ഞു. പക്ഷെ മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ട്. അന്നത്തേത് ഉരുൾപൊട്ടിയൊഴുകിയ പ്രകൃതി ദുരന്തമായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യത്തേത് തീർത്തും മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു. ഇങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ എങ്ങനെ ഒരു സർക്കാർ ഗൗരവമായി ഇടപെടണം എന്ന് ചിന്തിക്കാതെ വളരെ ലാഘവത്തോടെ കാര്യങ്ങളെ നോക്കിക്കണ്ട സതീശൻ സർക്കാർ എല്ലാ കുറ്റവും കമ്പനിക്ക് മേൽ പഴിചാരി കൈ കഴുകാനാണ് ശ്രമിച്ചത്. ഒരു സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട ദുരിതാശ്വാസ സഹായത്തെക്കുറിച്ച് പോലും സർക്കാർ മറന്നു. അതും കമ്പനി തരുമെന്നാണ് ഘോരഘോരം മന്ത്രി ടി സിദ്ദിഖ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അട്ടഹസിച്ചത്. ഇവിടെ ചില ചോദ്യങ്ങൾ പ്രസക്തമാണ്. വർഷങ്ങളായി ശാസ്ത്രജ്ഞർ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതും പരിസ്ഥിതിയെ ചൂഷണം ചെയ്ത വികസന മാതൃകയും ഭരണകൂടങ്ങളുടെ അനാസ്ഥയും ചേർന്നാണോ ഈ ദുരന്തം ഇത്രയും ഭീകരമാക്കിയത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ കള്ളാടിയിലെ ദുരന്തത്തെ മനസ്സിലാക്കാനാവില്ല. കള്ളാടി മണ്ണിടിച്ചിൽ അപകടത്തിൽ കൈ കഴുകിയ സർക്കാർ കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തിയ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഖനനം ചെയ്ത മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണമെന്ന് കമ്പനിക്ക് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയത് മെയ് 26-നും ജൂൺ 4-നുമാണ്. അവശിഷ്ടങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയാകരുതെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആവശ്യമെങ്കിൽ തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ഒഴിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നത്രേ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത് സർക്കാർ ഇടപെടലിലാണെന്നും ജൂൺ 5-ന് തുരങ്കപാത ജോലികൾ നിർത്തിവെപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുണ്ട്. മഴ കണക്കിലെടുത്തായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. സുരക്ഷ ഉറപ്പാക്കാൻ കരാറുകാരുടെ യോഗവും നടത്തി. മരണനിരക്ക് കുറഞ്ഞത് സംയോജിത ഇടപെടലിലാണ്. തുരങ്കപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ചെടുത്ത മണ്ണ് നീക്കം ചെയ്യാൻ കൊങ്കൺ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കാണ് നിർദ്ദേശം നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ 2 ആഴ്ച മുൻപ് തന്നെ മണ്ണ് നീക്കം ചെയ്യാൻ സ്ഥലം അനുവദിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ കമ്പനി അപേക്ഷിച്ചിരുന്നു. എന്നാൽ അതിനുവേണ്ട സ്ഥലം വാടക നൽകാമെന്ന് അറിയിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് നൽകിയില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഏതായാലും അന്വേഷണം നടന്നാലേ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകൂ. സംഭവത്തിൽ ആരൊക്കെ പ്രതികൂട്ടിലാകുമെന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണെന്ന് മാത്രം. കള്ളാടി ദുരന്തത്തോടെ ഒരു സർക്കാർ പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാനും തടി തപ്പാനും ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നിരവധി ഉദാഹരണങ്ങൾ മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ സർക്കാരിന്റെ ഉദാസീന നിലപാടാണ് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഉദാഹരണം. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും എന്ന് വേണ്ട പകർച്ചവ്യാധികൾ കേരളത്തെ വട്ടം കറക്കിയപ്പോൾ വളരെ തണുത്ത പ്രതികരണമായിരുന്നു സതീശൻ സർക്കാരിൻ്റെത്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവിനെതിരെയും രോഗപ്രതിരോധ സംവിധാനത്തിലും അടിയന്തര പ്രതികരണ സംവിധാനത്തിലുമുള്ള ഏകോപനക്കുറവിനെതിരെയും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. LDF സർക്കാരിന്റെ ആരോഗ്യ സംവിധാനത്തിലെ വീഴ്ച ചൂണ്ടിക്കാണിക്കാൻ ഒരിക്കൽ കെ മുരളീധരൻ പറഞ്ഞ വാക്ക് ഈ നിമിഷം ഓർത്തു പോവുകയാണ്. നിപ്പ കേരളത്തെ നടുക്കിയ സമയത്തായിരുന്നു അന്ന് ആ പ്രതികരണം. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയുമെന്നായിരുന്നു മുരളീധരന്റെ അന്നത്തെ പ്രധാന പരാമർശം. ഭരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ആയാൽ പല പേരുള്ള അസുഖവും വരുമെന്നും മുരളീധരൻ പറഞ്ഞു. സതീശൻ സർക്കാരിലെ താരതമ്യേന പ്രാപ്തനായ മന്ത്രിയുമായ ആളാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. അല്ല മുരളീധര, അപ്പൊ ഇപ്പോഴും ഭരണകർത്താവ് നന്നല്ല അല്ലേ? നിപ്പ പിന്നെയും വന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. പിന്നെ സിസ്റ്റം ശരിയല്ല എന്ന വീണ ജോർജിന്റെ പരാമർശവും അതേറ്റി നടന്ന പ്രതിപക്ഷത്തെയും ഈ വേളയിൽ കട്ടേറേറ്റ് ഒന്നുകൂടി ഓർക്കുകയാണ്. പക്ഷെ ഈ വേളയിൽ ഒരു കാര്യം പറയാതെ കടന്നു പോകാതിരിക്കാനാവില്ല. പ്രളയവും ഉരുൾപൊട്ടലും കൊറോണയും നിപ്പയും നേരിട്ട കേരളത്തിന്റെ മഹത്തായ സിസ്റ്റത്തെക്കുറിച്ച് സതീശൻ സർക്കാരിന് ഓർമ്മ കാണാതിരിക്കില്ല. അതായത് തികഞ്ഞ കളിയാക്കലുകൾക്കപ്പുറത്ത് ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഭരണ സംവിധാനവും ആരോഗ്യ സംവിധാനവും രക്ഷാപ്രവർത്തന സേനയും
തദ്ദേശ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും പൊതുസമൂഹവും അന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കള്ളാടിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നില്ല. കോവിഡ് മഹാമാരി ലോകത്തെ സ്തംഭിപ്പിച്ചപ്പോൾ രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനും രോഗബാധിതരെ കണ്ടെത്തുന്നതിനും ആശുപത്രി സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും വിപുലമായ നടപടികളാണ് LDF സർക്കാർ സ്വീകരിച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഏകോപിത പ്രവർത്തനം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നു. നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത ഓരോ ഘട്ടത്തിലും അതിവേഗ ഇടപെടലുകളാണ് സർക്കാർ നടത്തിയത്. രോഗബാധിതരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, രോഗനിരീക്ഷണം, പരിശോധനകൾ, നിയന്ത്രണ മേഖലകൾ പ്രഖ്യാപിക്കൽ, പൊതുജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകൽ തുടങ്ങിയ നടപടികളിലൂടെ രോഗവ്യാപനം പരമാവധി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ കാര്യക്ഷമത അന്ന് രാജ്യത്തിനകത്തും പുറത്തും ശ്രദ്ധിക്കപ്പെട്ടു. 2018 മഹാപ്രളയവും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലുകളും കേരളത്തിന് വലിയ ആഘാതമായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ സഹായങ്ങൾ എത്തിക്കൽ, പുനരധിവാസ നടപടികൾ എന്നിവയിൽ സർക്കാർ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പ്രവർത്തിച്ചു. മത്സ്യത്തൊഴിലാളികൾ, അഗ്നിരക്ഷാസേന, പോലീസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനങ്ങൾ ഏകോപിപ്പിച്ച് ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാനായി. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത മാത്രമല്ല, ജനങ്ങളുമായി കൈകോർക്കാനുള്ള കഴിവും നിർണായകമാണ്. ആ സമയത്ത് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ അടിയന്തര ആവശ്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ടു പോയാലേ അതിജീവനം സാധ്യമാകൂ. ഒന്നൊന്നിനെ പഴിചാരി സമയം കളയുന്ന സിസ്റ്റം ഇനിയും നന്നാക്കിയില്ലെങ്കിൽ സതീശ, മുഴുവൻ സിസ്റ്റവും പണിമുടക്കും.